ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് HSA സോഷ്യൽ സയൻസിന് പ്രധാനമായിട്ടും ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത് 2 മൊഡ്യൂളുകളാണ്. സിലബസിൽ കൊടുത്തിട്ടുള്ളത് 2 മൊഡ്യൂളുകളാണ്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഫിസിക്കൽ ജോഗ്രഫിയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ സോളാർ സിസ്റ്റം കിട്ടുന്നുണ്ട്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ടൈം, സീസൺസ്, മാപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. അടുത്ത മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയെ കുറിച്ചാണ്. അതിനകത്ത് പോപ്പുലേഷൻ വരുന്നുണ്ട്, വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത്, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്സ്, റൂറൽ ആൻഡ് അർബൻ, ക്ലൈമറ്റിക് റീജിയൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ആ അടുത്ത മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ HSA സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ ജോഗ്രഫിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റുമാണ് ജോഗ്രഫി. അതുപോലെ തന്നെ ആ ജോഗ്രഫിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണമെന്നുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അതിൽ ഈ 2 മൊഡ്യൂളുകൾ മറന്നു പോരുത്. ഫിസിക്കൽ ജിയോഗ്രഫിയും ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയും, ഈ 2 മൊഡ്യൂളുകളാണ് നമുക്ക് ഈ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ആ സിലബസിലെ ഓരോ കാര്യങ്ങൾ, ആ ടേംസ് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നോക്കി അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് +1 +2 പുസ്തകം. +1ലെയും +2ലെയും ജോഗ്രഫി ടെക്സ്റ്റ് നമുക്ക് നല്ലതുപോലെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് ഓരോ പോയിന്റുകളായി നമുക്കത് പഠിച്ചെടുക്കാം. ഈ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു വാക്ക്, ആ ടേം ജോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ടേം അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഏത് വാക്കിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. ജിയോഗ്രാഫോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു വാക്ക് ഉടലെടുത്തത്. അപ്പം ജോഗ്രഫി എന്ന് പറയുന്ന ഒരു വാക്ക് ഉടലെടുത്തിരിക്കുന്നത് ഏത് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്? ജിയോഗ്രാഫോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു വാക്ക് ഉടലെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫോസ് എന്നാൽ വിവരണം എന്നുമാണ് അർത്ഥം. അറിഞ്ഞിരുന്നാൽ മതി. ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫോസ് എന്നാൽ വിവരണം എന്നുമാണ് അർത്ഥം. അതുകൊണ്ടാണ് ഭൂമിയെക്കുറിച്ചുള്ള വിവരണമാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടി. ജിയോഗ്രഫി എന്ന് പറയുന്നത് 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉടലെടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണത്? ജിയോഗ്രാഫോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള വാക്കാണ് ജിയോഗ്രഫി. ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫോസ് എന്നാൽ വിവരണം എന്നുമാണ് അർത്ഥം. ഈ 2 കാര്യങ്ങളെ മനസ്സിലാക്കുക. അതുപോലെ ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഗ്രീക്ക് പണ്ഡിതനെ കുറിച്ച് മനസ്സിലാക്കുക. അത് ഇറാത്തോസ്തനീസ് ആണ്. ഇറാത്തോസ്തനീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. PSC പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇറാത്തോസ്തനീസിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്നതാണ്, അല്ലെ? ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് പണ്ഡിതനാണ് ആരെന്ന് പറയുന്നത്? ഇറാത്തോസ്തനീസ് എന്ന് പറയുന്നത്. അദ്ദേഹം 276 194 BC കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അത് പഠിക്കേണ്ടത്, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം ഭൂമിശാസ്ത്രം എന്നൊരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്, അങ്ങോട്ടൊരു പേര് കൊടുത്തത് ആരാണെന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട 2 നിർവചനങ്ങളാണ്, ഡെഫിനിഷൻസുകളാണ്. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള 2 ഡെഫിനിഷൻ ആയതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ വേണമെങ്കിൽ ചോദിച്ചേക്കാം, ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു നിർവചനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ആരാണ് കൊണ്ടുവന്നതെന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. അതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം മനസ്സിലാക്കി വെക്കുക, ഭൗമോപരിതലത്തിലെ പ്രദേശ വ്യതിയാനങ്ങളെ കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് റിച്ചാർഡ് ഹാർട്ട്ഷോൺ ആണ്. ഓക്കെ, ഭൗമോപരിതലത്തിലെ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിലെ പ്രദേശ വ്യതിയാനങ്ങളെ കുറിച്ചുള്ള, ഓരോ പ്രദേശത്തെയും മാറ്റങ്ങൾ കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഭൂമിശാസ്ത്രം. സിമ്പിൾ ആയിട്ടുള്ള ഒരു നിർവചനമാണിത്. അത് പറഞ്ഞത് ആരാണ്? റിച്ചാർഡ് ഹാർട്ട്ഷോൺ ആണ്. ഹാർട്ട് നമ്മുടെ ഹൃദയത്തെ ബന്ധപ്പെട്ട് നോക്കുക. ഹാർട്ട്ഷോൺ ആണ് എന്ത് പറഞ്ഞത്? ഇത്തരത്തിലൊരു ഡെഫിനിഷൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഭൗമോപരിതലത്തിലെ പ്രദേശ വ്യതിയാനങ്ങളെ കുറിച്ച്, അതായത് ഓരോ പ്രദേശത്തെ മാറ്റം, വ്യതിയാനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു വിവരണവും വിശദീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു. ആര്? റിച്ചാർഡ് ഹാർട്ട്ഷോൺ. രണ്ടാമത്തെ ഡെഫിനിഷൻ, 2 ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ഡെഫിനിഷനാണ് ഭൗമോപരിതലത്തിലെ പല ഭാഗങ്ങളിലായി കാണപ്പെടുന്ന വ്യത്യസ്ത പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം. അത് പറഞ്ഞത് ഹെറ്റ്നർ ആണ്. ഇത് നമ്മൾ തിരിഞ്ഞു പോരുത് കേട്ടോ. വ്യത്യസ്ത പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അതായത് 2 ഭൗമോപരിതലമാണ്, ഭൂമിയുടെ ഉപരിതലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഭൗമോപരിതലത്തിലെ പല ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്ന വ്യത്യസ്ത പ്രതിഭാസങ്ങൾ, ആ വ്യത്യസ്ത പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? ഹെറ്റ്നർ ആണ്. അപ്പോൾ ഈ ഹെറ്റ്നർ പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്ത പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠനമാണെന്നും ഹാർട്ട്ഷോൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്?
ഓരോ പ്രദേശത്തെയും വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണെന്നാണ്. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക, ആ പറഞ്ഞ ടേംസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ആളെ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പൊ നിങ്ങൾക്കത് തിരിഞ്ഞു പോകില്ല. ഹിസ്റ്ററിയെ നമുക്ക് ജിയോഗ്രഫിയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ വായിക്കാം? ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ ചരിത്രത്തെ ഭൂമിശാസ്ത്രവുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ചരിത്ര ഭൂമിശാസ്ത്രം എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ടേമിനെ വിളിക്കുന്നത് എന്താണ്? ചരിത്ര ഭൂമിശാസ്ത്രം എന്നാണ്. അപ്പോൾ ഇതിവിടെ ഈ ഭൂമിശാസ്ത്രവും സാമൂഹ്യശാസ്ത്രങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് അന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഫിലോസഫിയെ ജിയോഗ്രഫിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ അത് എന്ത് പറയും? ജിയോഗ്രഫിക്കൽ തോട്ട്സ് എന്ന് പറയും. അതായത് ഭൂമിശാസ്ത്രപരമായ ചിന്താധാരകൾ, തത്വചിന്തയെ, ഫിലോസഫിയെ നമ്മൾ ജിയോഗ്രഫിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, തത്വചിന്തയെ ഭൂമിശാസ്ത്രവുമായി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വിളിക്കാം? ഭൂമിശാസ്ത്രപരമായ ചിന്താധാരകൾ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ തോട്ട്സ് എന്ന് നമുക്കതിനെ വിളിക്കാം. ഇനി സോഷ്യോളജിയെ, സമൂഹശാസ്ത്രത്തെ ജിയോഗ്രഫിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ പറയാം? സാമൂഹ്യ ഭൂമിശാസ്ത്രം, സോഷ്യൽ ജിയോഗ്രഫി എന്ന് അറിയപ്പെടുന്നു. അതേപോലെ രാഷ്ട്രമീമാംസ, പൊളിറ്റിക്കൽ സയൻസിനെ ജിയോഗ്രഫിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം, പൊളിറ്റിക്കൽ ജിയോഗ്രഫി. സാമ്പത്തിക ശാസ്ത്രത്തിനെ, എക്കണോമിക്സിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, ജിയോഗ്രഫിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സാമ്പത്തിക ഭൂമിശാസ്ത്രം, എക്കണോമിക് ജിയോഗ്രഫി എന്ന് വിളിക്കുന്നു. ജനസംഖ്യാശാസ്ത്രത്തെ, ഡെമോഗ്രാഫിയെ നമ്മൾ ജിയോഗ്രഫിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ജനസംഖ്യാ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ പോപ്പുലേഷൻ ജിയോഗ്രഫി എന്ന് വിളിക്കുന്നു. നരവംശശാസ്ത്രത്തെ, ആന്ത്രോപോളജിയെ നമ്മൾ എങ്ങനെ വിളിക്കുന്നു? കൾച്ചറൽ ജിയോഗ്രഫി, സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്ന് അറിയപ്പെടുന്നു. തിരിഞ്ഞു പോകാതിരിക്കുക. നരവംശശാസ്ത്രത്തെ നമ്മൾ ഹിസ്റ്ററി ഭൂമിശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? സാംസ്കാരിക ഭൂമിശാസ്ത്രം, കൾച്ചറൽ ജിയോഗ്രഫി ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നരവംശശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്ര ശാഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് സാംസ്കാരിക ഭൂമിശാസ്ത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകളെ കുറിച്ചാണ്. അതായത് ഓരോ വിഷയത്തിനും പഠനം നടക്കുന്നത് ചില സമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഭൂമിശാസ്ത്രത്തിന് പ്രധാനമായിട്ടും 2 സമീപനങ്ങളുണ്ട്. ഒന്ന് വ്യവസ്ഥാപിത സമീപനം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അപ്രോച്ച്, 2 പ്രാദേശിക സമീപനം അല്ലെങ്കിൽ റീജിയണൽ അപ്രോച്ച്. അപ്പോൾ 2 ബ്രാഞ്ചുകളായിട്ട് നമുക്ക് ജിയോഗ്രഫിയെ തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു വ്യവസ്ഥാപിത സമീപനം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അപ്രോച്ച്, 2 പ്രാദേശിക സമീപനം അല്ലെങ്കിൽ റീജിയണൽ അപ്രോച്ച്. അതിലെ വ്യവസ്ഥാപിത സമീപനം എന്താണെന്ന് നോക്കാം. ഈ സമീപനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വ്യവസ്ഥാപിത സമീപനത്തിന് തുടക്കം കുറിച്ചത് ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു പ്രതിഭാസത്തെ മൊത്തത്തിൽ അഥവാ സമഗ്രമായി പഠിക്കുന്ന സമീപനമാണ് വ്യവസ്ഥാപിത സമീപനം. അതായത് ഒരു പ്രതിഭാസത്തെ മൊത്തത്തിൽ പഠിക്കുന്ന, അതായത് ആഗോളതലത്തിൽ മൊത്തത്തിൽ പഠനവിധേയമാക്കുന്ന ഏതൊരു പ്രതിഭാസവുമായിക്കൊള്ളട്ടെ, ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതിഭാസങ്ങളെയും ആഗോളതലത്തിൽ മൊത്തത്തിൽ പഠിക്കുന്ന, സമഗ്രമായി പഠിക്കുന്ന ഒരു സമീപനമാണ്, ഒരു അപ്രോച്ചാണ് ഏത്? വ്യവസ്ഥാപിത സമീപനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഈ സമീപനത്തിനൊരു ആഗോള സ്വഭാവമാണുള്ളത്. അതായത് ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ സസ്യജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾ ആ വിഷയത്തെക്കുറിച്ച് ആഗോളതലത്തിൽ സമഗ്രമായി പഠിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ ഈ ഒരു സമീപനത്തിന് ഒരു ആഗോള സ്വഭാവമാണ് ഉള്ളതെന്ന് പറയുന്നത്. പൊതുഭൂമിശാസ്ത്രത്തിന്റെ അതേ സമീപനമാണ് വ്യവസ്ഥാപിത ഭൂമിശാസ്ത്ര സമീപനത്തിനും ഉള്ളത്. ജനറൽ ജിയോഗ്രഫി, ആ ഒരു പൊതുഭൂമിശാസ്ത്രത്തിന്റെ അതേ സമീപനം തന്നെയാണ് ഇവിടെ വ്യവസ്ഥാപിത ഭൂമിശാസ്ത്ര സമീപനത്തിനും ഉള്ളത്. പൊതുഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ആ ഒരു ശാഖയുടെ അതേ സമീപനം തന്നെയാണ് ഈ ഒരു വ്യവസ്ഥാപിത സമീപനത്തിനും ഉള്ളത്. രണ്ടാമത്തേതാണ് പ്രാദേശിക സമീപനം. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഒരു പ്രദേശത്തെക്കുറിച്ച് ആയിരിക്കുമല്ലോ പഠനം. അത് തുടക്കം കുറിച്ച വ്യക്തി അതും ഒരു ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ കാൾ റിറ്റർ ആണ്. ഈ ഒരു സമീപനത്തിന്, പ്രാദേശിക സമീപനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയെ മനസ്സിലാക്കുക. ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ കാൾ റിറ്റർ ആണ് പ്രാദേശിക സമീപനത്തിന് തുടക്കം കുറിച്ചത്. വ്യവസ്ഥാപിത സമീപനത്തിന് തുടക്കം കുറിച്ചത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണെങ്കിൽ പ്രാദേശിക സമീപനത്തിന് തുടക്കം കുറിച്ചത് കാൾ റിറ്റർ ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കണക്ട് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഓർത്തിരിക്കാം. ഇപ്പൊ നമ്മുടെ പ്രദേശത്തുള്ളവർ അല്ലെങ്കിൽ പ്രാദേശികപരമായിട്ടല്ല നമ്മൾ കോളുകളൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണേ കാൾ റിറ്ററിനെ അങ്ങനെ നമുക്ക് പ്രാദേശിക സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാൾ റിറ്റർ ആണ് തുടക്കം കുറിച്ചതെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത് എന്തായിരിക്കാം? പ്രാദേശിക സമീപനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് പ്രതിഭാസങ്ങളെ പ്രാദേശിക തലത്തിൽ മൊത്തത്തിൽ പഠനവിധേയമാക്കുന്ന ഒരു സമീപനമാണ്. അത് മനസ്സിലാക്കിയല്ലോ. അതായത് ആ പേരിൽ തന്നെ ഉണ്ട്. പ്രാദേശിക സമീപനം എന്ന് പറഞ്ഞാൽ എന്താ? റീജിയണൽ അല്ല, ലോകത്തെ പല പ്രദേശങ്ങളായി തിരിച്ചുകൊണ്ട് അതിൽ ഓരോ പ്രദേശത്തെയും ഉള്ള ഭൂമിശാസ്ത്ര പ്രതിഭാസങ്ങളെയെല്ലാം പഠനവിധേയമാക്കുന്ന ഒരു സമീപനത്തെയാണ് നമ്മൾ പ്രാദേശിക സമീപനം എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ടായതുകൊണ്ട് നമുക്കത് പിന്നെ അത് ഒന്നുകൂടെ നോക്കേണ്ട കാര്യമില്ല.
അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ പ്രതിഭാസങ്ങളെ പഠിക്കുന്നത് വൈവിധ്യത്തിൽ ഏകത്വം അന്വേഷിച്ചുകൊണ്ടാണ്. അതായത് വൈവിധ്യത്തിൽ ഏകത്വം അന്വേഷിക്കുന്ന ഒരു സമീപനമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ വൈവിധ്യങ്ങളിലെ ഏകത്വം അന്വേഷിക്കുന്ന സമീപനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പ്രാദേശിക സമീപനമാണ്. ഓരോ വൈവിധ്യങ്ങളിലെയും ഏകത്വത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ പഠനവിധേയമാക്കുന്ന സമീപനം ഏതാണ്? അത് പ്രാദേശിക സമീപനമാണെന്ന് ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്രാദേശിക സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണ്? അത് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? കാൾ റിറ്റർ ആണ്. ലോകത്തെ പല പ്രദേശങ്ങളായി തിരിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തെയും ഭൂമിശാസ്ത്ര പ്രതിഭാസങ്ങളെയെല്ലാം പഠനവിധേയമാക്കുന്ന സമീപനമാണ് പ്രാദേശിക സമീപനം. അതെന്ത് ചെയ്യുന്നു? ഒരു പ്രദേശത്തെ പ്രതിഭാസങ്ങളെ പഠിക്കുന്നത് എങ്ങനെയാണ്? വൈവിധ്യത്തിലെ ഏകത്വത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ പഠിച്ചത് ജിയോഗ്രഫി എന്ന വാക്ക് ഉടലെടുത്തത് ജിയോഗ്രാഫോസ് എന്ന 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫോസ് എന്നാൽ വിവരണം എന്നുമാണ് അർത്ഥം. പിന്നീട് നമ്മൾ പറഞ്ഞത് ഭൂമിശാസ്ത്രം എന്നൊരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് ആയിരുന്നു. പിന്നെ 2 നിർവചനങ്ങൾ, ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട 2 നിർവചനങ്ങൾ പഠിച്ചു. അതിന്റെ ഒന്നാമത്തേതാണ് ഭൗമോപരിതലത്തിലെ പ്രദേശ വ്യതിയാനങ്ങളെ കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ആരായിരുന്നു? റിച്ചാർഡ് ഹാർട്ട്ഷോൺ ആയിരുന്നു. രണ്ടാമത്തെ ഭൗമോപരിതലത്തിലെ പല ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്ന വ്യത്യസ്ത പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ആരായിരുന്നു? ഹെറ്റ്നർ ആയിരുന്നു. പിന്നീട് നമ്മൾ ഭൂമിശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ചു. അതിൽ നരവംശശാസ്ത്രം എങ്ങനെയാണ് വരുന്നത്? നരവംശശാസ്ത്രത്തെ ആന്ത്രോപോളജി നമ്മൾ ജോഗ്രഫിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് സാംസ്കാരിക ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ കൾച്ചറൽ ജോഗ്രഫിയാണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ചരിത്രത്തെയും തത്വചിന്തയും സാമൂഹ്യശാസ്ത്രത്തെയും രാഷ്ട്രമീമാംസയും സാമ്പത്തിക ശാസ്ത്രത്തെയും ജനസംഖ്യാശാസ്ത്രത്തെയും ജോഗ്രഫിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നും നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് ഭൂമിശാസ്ത്രത്തിന്റെ 2 ശാഖകളെക്കുറിച്ചാണ്. ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി ഏതൊക്കെയായിരുന്നു? ഇത് വ്യവസ്ഥാപിത സമീപനവും പ്രാദേശിക സമീപനവും. വ്യവസ്ഥാപിത സമീപനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ആരായിരുന്നു തുടക്കം കുറിച്ചത്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആയിരുന്നു തുടക്കം കുറിച്ചത്. അതൊരു പ്രതിഭാസത്തെ മൊത്തത്തിൽ അഥവാ സമഗ്രമായി പഠിക്കുന്ന സമീപനമാണ്. ഈ സമീപനത്തിന് ഒരു ആഗോള സ്വഭാവമാണ് ഉള്ളത്. പൊതുഭൂമിശാസ്ത്രത്തിന് അതേ സമീപനം തന്നെയാണ് വ്യവസ്ഥാപിത ഭൂമിശാസ്ത്രത്തിനും ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് പ്രാദേശിക സമീപനത്തെക്കുറിച്ച് പഠിച്ചത്, അതിൽ തുടക്കം കുറിച്ചത് ആരാണ്? അത് ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ കാൾ റിറ്റർ ആയിരുന്നു. ലോകത്തിലെ പല പ്രദേശങ്ങളായി തിരിച്ചുകൊണ്ട് അതിലെ ഓരോ പ്രദേശത്തെയുമുള്ള ഭൂമിശാസ്ത്ര പ്രതിഭാസങ്ങളെല്ലാം പഠനവിധേയമാക്കുന്ന സമീപനത്തെയാണ് നമ്മൾ പ്രാദേശിക സമീപനം എന്ന് പറയുന്നത്. അത് ഒരു പ്രദേശത്തെ പ്രതിഭാസങ്ങളെ പഠിക്കുന്നത് വൈവിധ്യത്തിൽ ഏകത്വം അന്വേഷിച്ചുകൊണ്ടാണെന്നും നമ്മൾ പഠിച്ചു. നമ്മൾ ഇനി 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ജിയോഗ്രഫിയിലെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. എല്ലാം ചെറിയ ചെറിയ ചാപ്റ്ററുകളാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരുപാട് ഡീപ്പ് ലെവലിൽ പഠിക്കാനില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓരോ ചാപ്റ്ററിലെയും നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം ഓരോ പോയിന്റുകളാക്കി, നിങ്ങൾക്ക് ക്യാപ്സൂളുകളാക്കി നിങ്ങൾക്ക് തരികയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് അതങ്ങ് പഠിച്ചാൽ മാത്രം മതി. അല്ലാതെ ഇതെല്ലാം കുത്തിയിരുന്ന് വായിച്ച് ഫുള്ള് പഠിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. പഠിക്കുക എന്നുള്ളതല്ല, എല്ലാം പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ഈ പുസ്തകത്തിൽ എന്തെല്ലാമാണോ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് പഠിച്ചെടുത്തേ മതിയാവും. അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ കാര്യങ്ങൾ, ആ പോയിന്റുകളെല്ലാം എഴുതിയെടുത്ത് അത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. 2ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇങ്ങനെയാണ്: ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും, ദി ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ രൂപീകരണം, ഭൂമിയുടെ ഉൽപ്പത്തി, എങ്ങനെയാണ് ഭൂമി ഉണ്ടായിട്ടുള്ളത്, അതിനെക്കുറിച്ചിട്ടുള്ള തിയറികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് നെബുലാർ തിയറി, നെബുലാർ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ നെബുലാർ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ നെബുലാർ സിദ്ധാന്തം പറയുന്നതെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ആദ്യകാല സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണത്. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, അതായത് ഭൂമി എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് കുറേ പേര് തിയറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തിയറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഏതെന്ന് പറയുന്നത്? നെബുലാർ സിദ്ധാന്തം എന്ന് പറയുന്നത്, നെബുലാർ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, ഭൂമിയുടെ ഒറിജിനെക്കുറിച്ച് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് നെബുലാർ സിദ്ധാന്തം. അത് മനസ്സിലാക്കുക. ഈ ഒരു തിയറി രൂപീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ജർമ്മൻ തിങ്കറായ, ജർമ്മൻ തത്വചിന്തകനായ ഇമ്മാനുവൽ കാന്റ് ആണ് ഈ ഒരു സിദ്ധാന്തം രൂപീകരിച്ചിട്ടുള്ളത്. ഏതൊരു സിദ്ധാന്തം? നെബുലാർ സിദ്ധാന്തം. ഓക്കെ, ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചിട്ടുള്ള ആദ്യകാല സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് നെബുലാർ സിദ്ധാന്തം. ഈ സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണ്? ഇമ്മാനുവൽ കാന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുക. ഗ്രഹങ്ങൾ രൂപം കൊണ്ടത് നെബുല എന്നൊരു വാതക മേഘത്തിൽ നിന്നാണെന്നാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. നമുക്കറിയാം, നമുക്ക് 8 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങൾ എല്ലാം രൂപം കൊണ്ടത് നെബുല എന്നൊരു വാതക മേഘത്തിൽ നിന്നാണെന്നാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. അതായത് ഇമ്മാനുവൽ കാന്റ് ഈ ഒരു സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന തിയറി ഇതാണ്.
നെബുല എന്നൊരു വാതക മേഘത്തിൽ നിന്നാണ് എല്ലാ ഗ്രഹങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത്. വാതകങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയ ഒരു മേഘരൂപമാണ് നെബുല. മനസ്സിലാക്കുക, വാതകങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മേഘരൂപമാണ് നെബുല. നെബുലയിൽ നിന്നാണ് സൗരയൂഥവും ഭൂമി ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രഹങ്ങളും ഉത്ഭവിച്ചതെന്ന് ആര് പറയുന്നു? ലാപ്ലസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് അഭിപ്രായപ്പെടുന്നു. പക്ഷെ നെബുലാർ സിദ്ധാന്തത്തിന്റെ ഒരു ഉപജ്ഞാതാവ് അല്ലെങ്കിൽ നെബുലാർ സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണ്? അത് ഇമ്മാനുവൽ കാന്റ് ആണ്. അതിനെ പരിഷ്കരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പിന്നീട് വരുന്ന ലാപ്ലസ് എന്ന് പറയുന്ന ഒരു ഭൂമിശാസ്ത്രജ്ഞൻ. അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ നെബുലയിൽ നിന്ന് തന്നെയാണ് സൗരയൂഥവും എല്ലാം ഉണ്ടായത്. ഭൂമിയും സൗരയൂഥവും ഗ്രഹങ്ങളും എല്ലാം ഉണ്ടായതെന്നാണ് ആര് പറയുന്നത്? ലാപ്ലസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ നെബുലാർ സിദ്ധാന്തത്തെ പരിഷ്കരിച്ച മറ്റു രണ്ട് വ്യക്തികളുടെ പേരുകൾ, ഈ ലാപ്ലസിന്റെ കൂടെ തന്നെ മറ്റു രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് ആരൊക്കെ? ഓട്ടോ ഷിംഡിറ്റും കാറൽ വിസാസ്കറും. ഓട്ടോ ഷിംഡിറ്റും കാറൽ വിസാസ്കറും ഇവർ ചേർന്നിട്ട് നെബുലാർ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചു. ഹൈഡ്രജനും ഹീലിയവും പൊടിപടലങ്ങളും അടങ്ങിയ സൗരമേഘത്താൽ സൂര്യൻ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് അവർ വാദിച്ചു. ഓക്കെ, അപ്പം ഈ പറയുന്ന നെബുലാർ സിദ്ധാന്തത്തെ പരിഷ്കരിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? ലാപ്ലസ് ആണ്. പിന്നീട് വന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് ആരൊക്കെ? ഓട്ടോ ഷിംഡിറ്റും കാറൽ വിസാസ്കറും. ഇവര് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഹൈഡ്രജനും ഹീലിയവും പൊടിപടലങ്ങളും അടങ്ങിയ സൗരമേഘത്താൽ സൂര്യൻ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് അവർ വാദിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? ഓട്ടോ ഷിംഡിറ്റും കാറൽ വിസാസ്കറുമാണ്. എങ്ങനെ പറഞ്ഞത്? സൂര്യനെ ഹൈഡ്രജനും ഹീലിയവും പൊടിപടലങ്ങളും അടങ്ങിയ സൗരമേഘത്താൽ സൂര്യൻ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് ആരാണ്? ഓട്ടോ ഷിംഡിറ്റും കാറൽ വിസാസ്കറുമാണ്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? നെബുലാർ സിദ്ധാന്തമാണ്. നെബുലാർ സിദ്ധാന്തം അത് കൊണ്ടുവന്നത്, ആവിഷ്കരിച്ചത് ഇമ്മാനുവൽ കാന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ആദ്യകാല സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് നെബുലാർ സിദ്ധാന്തം. ഗ്രഹങ്ങൾ രൂപം കൊണ്ടത് നെബുല എന്നൊരു വാതക മേഘത്തിൽ നിന്നാണെന്നാണ് ഈ നെബുലാർ സിദ്ധാന്തം പറയുന്നത്. വാതകങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയ ഒരു മേഘരൂപമാണ് നെബുല. നെബുലയിൽ നിന്നാണ് സൗരയൂഥവും മറ്റും ഭൂമിയും ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രഹങ്ങൾ ഉത്ഭവിച്ചെന്ന് ആരും അഭിപ്രായപ്പെടുന്നു? ലാപ്ലാസ് അഭിപ്രായപ്പെടുന്നു. ഓട്ടോ ഷിംഡിറ്റും കാറൽ വിസാസ്കറും ചേർന്ന് എന്ത് ചെയ്യുന്നത്? ഈ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചിട്ട് ഹൈഡ്രജനും ഹീലിയവും പൊടിപടലങ്ങളും അടങ്ങിയ സൗരമേഘത്താൽ സൂര്യൻ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് അവർ പറയുകയാണ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ സിദ്ധാന്തമാണ് ബൈനറി നക്ഷത്ര സിദ്ധാന്തം. ബൈനറി നക്ഷത്ര സിദ്ധാന്തം. സൗരയൂഥത്തിൽ കറങ്ങി നടന്നിരുന്ന ഒരു നക്ഷത്രം സൂര്യനെ സമീപിച്ചപ്പോഴാണ് സൗരയൂഥം രൂപം കൊണ്ടതെന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ബൈനറി നക്ഷത്ര സിദ്ധാന്തം. എന്താണ്? സൗരയൂഥത്തിൽ കറങ്ങി നടന്നിരുന്ന ഒരു നക്ഷത്രം അത് സൂര്യനെ സമീപിച്ചപ്പോഴാണ് സൗരയൂഥം രൂപം കൊണ്ടതെന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ബൈനറി നക്ഷത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ബൈനറി സ്റ്റാർ തിയറി. ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്കറിയാം. ഇത് ആവിഷ്കരിച്ച വ്യക്തികളെ മറന്നു പോകരുത്. ചേംബർലൈനും മോൾട്ടനും, രണ്ട് ഭൂമിശാസ്ത്രജ്ഞന്മാരാണത്. ആ ഒരു ബൈനറി നക്ഷത്ര സിദ്ധാന്തം രൂപീകരിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? ചേംബർലൈനും മോൾട്ടനും. ചേംബർലൈനും മോൾട്ടനും ഇവർ രണ്ടോടെ ചേർന്നിട്ടാണ് ഈ ഒരു സിദ്ധാന്തം രൂപീകരിച്ചിട്ടുള്ളത്. ബൈനറി നക്ഷത്ര സിദ്ധാന്തം ചേംബർലൈനും മോൾട്ടനും. ഓക്കെ, അപ്പം അതും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് പേരുകൾ മറന്നു പോകരുത്. അപ്പോൾ നെബുലാർ സിദ്ധാന്തം ആരായിരുന്നു? ഇമ്മാനുവൽ കാന്റ് ആയിരുന്നു. അത് നിങ്ങൾ മറന്നു പോകരുത്. നെബുലാർ സിദ്ധാന്തം ആരാണ്? ഇമ്മാനുവൽ കാന്റ് ആണ്. എന്നാൽ ബൈനറി നക്ഷത്ര സിദ്ധാന്തം ആരാണ്? ചേംബർലൈനും മോൾട്ടനുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബൈനറി നക്ഷത്ര സിദ്ധാന്തം എന്താണെന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, മൂന്നാമത്തെ സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ദ ബിഗ് ബാങ് തിയറി. 1920 എഡ്വിൻ ഹബിളാണ് ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ആ മഹാവിസ്ഫോടന സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് ഗാലക്സികൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. നമുക്കറിയാം, ഒരുപാട് കോടാനുകോടി ഗാലക്സികളും ഇല്ലേ ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ ഗാലക്സികളും അകന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ മിൽക്കി വേയും ആൻഡ്രോമിഡ പോലെയുള്ള ഗാലക്സികൾ ഒക്കെ എന്ത് ചെയ്യുന്നു? അതിങ്ങനെ അകന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ പ്രപഞ്ചം വികസിക്കുന്നതനുസരിച്ചിട്ട് ഈ ഗാലക്സികളും പരസ്പരം എന്ത് ചെയ്യുന്നു? അകന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. മഹാവിസ്ഫോടന സിദ്ധാന്തം, ദ ബിഗ് ബാങ് തിയറി ആരാണ് മുന്നോട്ട് വെച്ചത്? എഡ്വിൻ ഹബിളാണിത് മുന്നോട്ട് വെച്ചത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത സിദ്ധാന്തമാണ് സ്ഥിരസ്ഥിതി സിദ്ധാന്തം അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് തിയറി. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ മറ്റൊരു ബദലായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഈ സ്ഥിരസ്ഥിതി സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് വികസിപ്പിച്ചത് ഫ്രെഡ് ഹോയലാണ്. 1948 ഫ്രെഡ് ഹോയലാണ് ഈ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ബിഗ് ബാങ് തിയറിയുടെ നേരെ ഓപ്പോസിറ്റ് പറയുന്ന ഒരു തിയറിയാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി. സ്ഥിരസ്ഥിതി സിദ്ധാന്തം എന്ന് പറയുന്നത് അത് വികസിപ്പിച്ചത് ആരാണ്? ഫ്രെഡ് ഹോയലാണ്. പ്രപഞ്ചത്തിന് മാറ്റമോ വികസനമോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അതായത് നമ്മുടെ ബിഗ് ബാങ് തിയറി പറയുന്നത് എന്താണ്? പ്രപഞ്ചം വികസിക്കുന്നതനുസരിച്ചിട്ട് ഗാലക്സികൾ പരസ്പരം ആകുന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ സ്ഥിരസ്ഥിതി സിദ്ധാന്തം പറയുന്നതാണ് സ്ഥിതിയായിട്ടിരിക്കുകയാണല്ലേ, സ്റ്റഡി ആയിട്ടിരിക്കുകയാണ്, അതിനൊരു മാറ്റവും ഇല്ല.
എന്ന് പറയുന്നത് ആരാണ്? ഫ്രെഡ് ഹോയൽ ആണ്. അദ്ദേഹമാണ് ഈ ഒരു സിദ്ധാന്തം, മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ ബദലായിട്ടുള്ള സ്ഥിരസ്ഥിതി സിദ്ധാന്തം രൂപീകരിച്ചിട്ടുള്ളത്. പ്രപഞ്ചത്തിന് മാറ്റമോ വികസനമോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ഫ്രെഡ് ഹോയൽ പറയുന്നത്. ഓക്കെ, അപ്പം മഹാവിസ്ഫോടന സിദ്ധാന്തം ആരാണ്? എഡ്വിൻ ഹബിൾ ആണ്. സ്ഥിരസ്ഥിതി സിദ്ധാന്തം ആരാണ്? ഫ്രെഡ് ഹോയൽ ആണ്. അപ്പോൾ അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലും പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് നമ്മൾ നെബുലാർ സിദ്ധാന്തമാണ് പഠിച്ചത്. അതിൽ ഇമ്മാനുവൽ കാന്റ് ആണ് രൂപീകരിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബൈനറി നക്ഷത്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചേംബർലൈനും മോൾട്ടനുമാണെന്ന് പറഞ്ഞു. മഹാവിസ്ഫോടന സിദ്ധാന്തം എഡ്വിൻ ഹബിൾ ആണെന്ന് പറഞ്ഞു. സ്ഥിരസ്ഥിതി സിദ്ധാന്തം ഫ്രെഡ് ഹോയൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പേരുകളും മറന്നുപോകില്ല, അതിന്റെ പ്രത്യേകതകളും നമ്മൾ മറന്നുപോകില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു സോളാർ സിസ്റ്റം പഠിക്കാം. നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഗ്രഹത്തിന്റെ ആദ്യമ രൂപം അറിയപ്പെടുന്നത് പ്ലാനറ്റ് സിമലുകളിൽ നിന്ന്. പ്ലാനറ്റ് സിമൽസ് എന്നാണ് ഈ ഒരു ഗ്രഹത്തിന്റെ ആദ്യ രൂപത്തെ അറിയപ്പെട്ടിരുന്നത് മനസ്സിലാക്കുക. ക്ഷീരപഥം എന്ന് പറയുന്ന ഒരു ഗാലക്സിക്കുള്ളിലാണ് നമ്മുടെ ഈ ഒരു സൗരയൂഥം നിലനിൽക്കുന്നത്. ആ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയുടെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ സൗരയൂഥം. നമ്മുടെ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആ 8 ഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണം, കാരണം അത് സിലബസിൽ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 8 ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കണം. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിന്റെ ഒരു ബേസ് ഐഡിയ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സൗരയൂഥത്തിന് ജന്മമേകിയത് ഒരു വലിയ നെബുലയാണെന്ന് മനസ്സിലാക്കുക. ഈ നെബുല ഗുരുത്വാകർഷണ ബലത്താൽ സങ്കോചിച്ചിട്ട് 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സൗരയൂഥം രൂപപ്പെട്ടത്. ഈ നെബുല ഗുരുത്വാകർഷണ ബലത്താൽ സങ്കോചിച്ചിട്ട് 460 കോടി വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ് നമ്മുടെ സൗരയൂഥം രൂപപ്പെടുന്നത്. സൂര്യനും അതിനെ വലം വെക്കുന്ന 8 ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഉൽക്കകളും ധൂമകേതുക്കളും പൊടിപടലങ്ങളും വാതകങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ സൗരയൂഥം. നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു സൗരയൂഥത്തെക്കുറിച്ച് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ക്ഷീരപഥം എന്ന് പറയുന്ന ആ ഗാലക്സിയിലെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ച് നമുക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് ഈ 8 ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. ആ 8 ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ 8 ഗ്രഹങ്ങളെയും നമുക്ക് 2 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, UPക്കും കഴിഞ്ഞ HSക്കൊക്കെ നമ്മൾ പഠിച്ചതാണ്. 8 ഗ്രഹങ്ങളെ തന്നെ 2 വിഭാഗങ്ങളായിട്ട് തിരിക്കുക. ഏതൊക്കെയാണത്? അന്തർഗ്രഹങ്ങളെന്നും ബാഹ്യഗ്രഹങ്ങളെന്നും അല്ലെ? നമുക്കറിയാം ഇന്നർ പ്ലാനറ്റ്സ് എന്നും ഔട്ടർ പ്ലാനറ്റ്സ് എന്നും നമുക്ക് 2ആയിട്ട് തിരിക്കാം. അതിൽ ഇന്നർ പ്ലാനറ്റ്സിനെ നമുക്ക് എങ്ങനെ പറയാം? ഭൂസമാന ഗ്രഹങ്ങളെന്ന് വിളിക്കാം. അതായത് ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണല്ലോ, അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം? അന്തർഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഭൂസമാന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ ബാഹ്യഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഔട്ടർ പ്ലാനറ്റ്സിനെ നമുക്ക് എങ്ങനെ വ്യാഴസമാന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജെൻ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ജോവിയൻ ഓർ ഗ്യാസ് ജെൻ പ്ലാനറ്റ്സ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ ബാഹ്യഗ്രഹങ്ങളെ നമുക്ക് വ്യാഴസമാന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജോവിയൻ ഓർ ഗ്യാസ് ജെൻ പ്ലാനറ്റ്സ് എന്ന് വിളിക്കാം. ഈ ഭൂസമാന ഗ്രഹങ്ങളുടെ ഏതൊക്കെയാണ് വരുന്നത്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. സൂര്യൻ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം തൊട്ട് ഇങ്ങോട്ട് വരും ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഈ ഇത്രയും ഗ്രഹങ്ങളാണ് ഭൂസമാന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഭൂസമാന ഗ്രഹങ്ങൾ മാതൃനക്ഷത്രത്തിന്റെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനും വ്യാഴത്തിനും ഇടയിലാണ്. മാതൃനക്ഷത്രം ഉദ്ദേശിച്ച് ഇവിടെ സൂര്യന് നോക്കി, സൂര്യന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 4 ഗ്രഹങ്ങളാണ് ഏതൊക്കെ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അതുകൊണ്ട് മാതൃനക്ഷത്രത്തിന്റെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. മാതൃനക്ഷത്രത്തിന് അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന 4 ഗ്രഹങ്ങളാണ് ഏത്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ വ്യാഴസമാന ഗ്രഹങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണെന്ത്? മാതൃനക്ഷത്രത്തിൽ നിന്ന് അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇപ്പൊ ഭൂസമാന ഗ്രഹങ്ങളും വ്യാഴസമാന ഗ്രഹങ്ങളും ഇന്നർ പ്ലാനറ്റ്സും ഔട്ടർ പ്ലാനറ്റ്സും അതിന്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കുന്നത്. ഭൂസമാന ഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകതയാണ് വലിപ്പം കുറഞ്ഞവയാണ്. ഈ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ താരതമ്യേന വ്യാഴസമാന ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ വലിപ്പം കുറഞ്ഞവയാണ്. എന്നാൽ വ്യാഴസമാന ഗ്രഹങ്ങൾക്ക് എന്താണ്? വലിപ്പം കൂടിയവയാണ്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ബാക്കിയുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് എന്താണ്? വലിപ്പം കൂടിയവയാണ്. അതേപോലെ സാന്ദ്രത കൂടുതലാണ്. ഭൂസമാന ഗ്രഹങ്ങൾക്ക് എന്താണ്? സാന്ദ്രത കൂടുതലാണ്. എന്നാൽ വ്യാഴസമാന ഗ്രഹങ്ങൾക്ക് എന്താണ്? സാന്ദ്രത കുറവാണ്. ഇനി ഭൂസമാന ഗ്രഹങ്ങളുടെ പ്രത്യേകത നോക്കിയാൽ അതിന് താപനില കൂടുതലാണ്. എന്നാൽ വ്യാഴസമാന ഗ്രഹങ്ങൾക്കാണെങ്കിൽ താപനില കുറവാണ്. ഭൂസമാന ഗ്രഹങ്ങളുടെ ഘടന ഭൂമിക്ക് സമാനമാണ്. എന്നാൽ വ്യാഴസമാന ഗ്രഹങ്ങൾക്ക് ഘടന വ്യാഴത്തിന് സമാനമാണ്. നമുക്ക് മനസ്സിലാക്കാവുന്നില്ല. അതുകൊണ്ടാണല്ലോ ഭൂസമാന ഗ്രഹങ്ങളെന്ന് ഈ അന്തർഗ്രഹങ്ങളെ അറിയപ്പെടുന്നത്. വ്യാഴത്തിന് സമാനമായിട്ടുള്ള ഗ്രഹങ്ങളായതുകൊണ്ട് വ്യാഴസമാന ഗ്രഹങ്ങളെന്ന് ആരെ അറിയപ്പെടുന്നു? ഔട്ടർ പ്ലാനറ്റ്സിനെ അറിയപ്പെടുന്നു. ഭൂമിയെ പോലെ പാറകളും ലോഹങ്ങളും കൊണ്ട് നിർമ്മിതമാണ് ആര്? ഭൂസമാന ഗ്രഹങ്ങൾ. എന്നാൽ
വ്യാഴ സമാന ഗ്രഹങ്ങളിലാവട്ടെ ഹൈഡ്രജനും ഹീലിയവുമുള്ള സാന്ദ്രത കൂടിയ അന്തരീക്ഷമാണുള്ളത്. ഓക്കെ, ഹൈഡ്രജനും ഹീലിയവുമുള്ള സാന്ദ്രത കൂടിയ അന്തരീക്ഷമാണ് ആർക്കുള്ളത്? വ്യാഴ സമാന ഗ്രഹത്തിനുള്ളത്. പക്ഷേ സാന്ദ്രത കൂടുതൽ ആർക്കാണ്? പൊതുവിൽ പറഞ്ഞാൽ ഭൂസമാന ഗ്രഹങ്ങൾക്കാണെന്നാൽ സാന്ദ്രത നമ്മുടെ ഭൂസമാന ഗ്രഹങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ആർക്ക്? വ്യാഴ സമാന ഗ്രഹങ്ങൾക്ക്. എന്നാൽ ഹൈഡ്രജനും ഹീലിയവും ഉള്ള സാന്ദ്രത കൂടിയ ഒരു അന്തരീക്ഷം ആർക്കുണ്ട്? വ്യാഴ സമാന ഗ്രഹത്തിനുണ്ട്. ഹൈഡ്രജനും ഹീലിയവും കൂടുതൽ ആർക്കാണുള്ളത്? ജോവിയൻ ഗ്രഹങ്ങൾക്കാണ്, അതായത് വ്യാഴ സമാന ഗ്രഹങ്ങൾക്കാണുള്ളതെന്ന് മനസ്സിലാക്കുക. അതേപോലെ ശക്തമായ സൗരവാതങ്ങളുണ്ട് നമ്മുടെ ഭൂസമാന ഗ്രഹങ്ങൾക്ക്. ബുധനും ശുക്രനും ഭൂമിക്കും ചൊവ്വയ്ക്കും എന്തുണ്ട്? ശക്തമായിട്ടുള്ള സൗരവാതകങ്ങളുണ്ട്. സൂര്യന്റെ അടുത്തായതുകൊണ്ട് തന്നെയാണ് ആ സൗരവാതങ്ങൾ നമ്മുടെ ഇന്നർ പ്ലാനറ്റ്സിന് ഉണ്ടാകുക. എന്നാൽ ഔട്ടർ പ്ലാനറ്റ്സ് നോക്കിയ വ്യാഴ സമാന ഗ്രഹങ്ങൾക്ക് എന്തില്ല? ശക്തമായിട്ടുള്ള സൗരവാതങ്ങളില്ല. കാരണം എന്താണ്? അത് സൂര്യനിൽ നിന്നും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളായതുകൊണ്ട് അവയ്ക്ക് ശക്തമായിട്ടുള്ള സൗരവാതങ്ങളില്ല. നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ നമ്മുടെ ഭൂസമാന ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ കുറവാണ് അല്ലെ? നമുക്കറിയാം ഉപഗ്രഹങ്ങൾ കുറവാണ്. എന്നാൽ വ്യാഴ സമാന ഗ്രഹങ്ങൾക്കോ ഉപഗ്രഹങ്ങൾ കൂടുതലാണ്. ഏറ്റവും കൂടുതലുള്ളത് അല്ലെ വ്യാഴത്തിനും അതുപോലെ ശനിക്കുമൊക്കെ ഉപഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉപഗ്രഹങ്ങൾ കൂടുതലുള്ള ഗ്രഹങ്ങളാണ് വ്യാഴ സമാന ഗ്രഹങ്ങൾ എന്ന് മനസ്സിലാക്കുക. അതേപോലെ ഗ്രഹങ്ങൾക്ക് ചുറ്റും വലയങ്ങളില്ല. ഇവിടെ ഭൂസമാന ഗ്രഹങ്ങൾക്ക് ചുറ്റും വലയങ്ങളില്ല. എന്നാൽ വ്യാഴ സമാന ഗ്രഹങ്ങളിൽ എന്താണ്? ഗ്രഹങ്ങൾക്ക് ചുറ്റും വലയങ്ങളുണ്ട്. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ ഭൂസമാന ഗ്രഹങ്ങളും വ്യാഴ സമാന ഗ്രഹങ്ങളും തമ്മിലുള്ള ഇത്രയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇന്നർ പ്ലാനറ്റ്സിനെ ഭൂസമാന ഗ്രഹങ്ങളെന്നും ഔട്ടർ പ്ലാനറ്റ്സിനെ വ്യാഴ സമാന ഗ്രഹങ്ങളെന്നും അറിയപ്പെടുന്നു. വരുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ആ ഓർഡറിൽ നമ്മൾ പഠിക്കുക. ആദ്യത്തെ സൂര്യൻ കഴിഞ്ഞ് വരുന്നത് ബുധനാണ്, അത് കഴിഞ്ഞ് ശുക്രനാണ്, അത് കഴിഞ്ഞ് ഭൂമിയാണ്, അത് കഴിഞ്ഞ് ചൊവ്വയാണ്. ആദ്യത്തെ 4 ഗ്രഹങ്ങൾ ആ ഒരു സൂര്യന്റെ അടുത്തു നിന്നും അകലത്തിൽ ആ ഒരു ഓർഡറിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഗ്രഹങ്ങളെ മനസ്സിലാക്കി വെച്ചേക്കുക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെയാണ് ആ ഒരു ഓർഡർ. സൂര്യൻ നിന്നുള്ള അകലം അനുസരിച്ചിട്ട് ആ ഒരു ഓർഡറിലാണ് നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഭൂമി സമാനമായിട്ടുള്ള ഗ്രഹങ്ങളാണ് ഏതൊക്കെ? അന്തർഗ്രഹങ്ങളായ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. എന്നാൽ വ്യാഴ സമാനമായിട്ടുള്ള ഗ്രഹങ്ങളാണ് ഏതൊക്കെ? ബാഹ്യഗ്രഹങ്ങളായ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. പിന്നീട് നമ്മൾ പറഞ്ഞത് സൂര്യന്റെ അടുത്താണ് ഭൂസമാന ഗ്രഹങ്ങൾ. എന്നാൽ വ്യാഴ സമാന ഗ്രഹങ്ങൾ എന്താണ്? സൂര്യനിൽ നിന്നും അകലെയായിട്ടാണ്. ഭൂസമാന ഗ്രഹങ്ങൾക്ക് വലിപ്പം കുറവാണ്, എന്നാൽ വ്യാഴ സമാന ഗ്രഹങ്ങൾക്ക് വലിപ്പം കൂടുതലാണ്. ഭൂസമാന ഗ്രഹങ്ങൾക്ക് സാന്ദ്രത കൂടുതലാണെങ്കിൽ വ്യാഴ സമാന ഗ്രഹങ്ങൾക്ക് സാന്ദ്രത കുറവാണ്. അതുപോലെ ഇന്നർ പ്ലാനറ്റ്സിന് താപനില കൂടുതലാണ്, എന്നാൽ വ്യാഴ സമാന ഔട്ടർ പ്ലാനറ്റ്സിന് എന്താണ്? താപനില കുറവാണ്, കാരണം സൂര്യനിൽ നിന്നും അകലെ ആയതുകൊണ്ട്. നമ്മുടെ ഭൂമിക്ക് സമാനമാണ് ഭൂസമാന ഗ്രഹങ്ങളെങ്കിൽ വ്യാഴത്തിന് സമാനമാണ് വ്യാഴ സമാന ഗ്രഹങ്ങൾ. അതുപോലെ ഭൂമിയുടെ പാറകളും ലോഹങ്ങളും കൊണ്ട് ഭൂമിയെ പോലെ പാറകളും ലോഹങ്ങളും കൊണ്ട് നിർമ്മിതമാണ് ഭൂസമാന ഗ്രഹങ്ങൾ. എന്നാൽ ഹൈഡ്രജൻ ഹീലിയം ഉള്ള ഒരു അന്തരീക്ഷമാണ് ആർക്കുള്ളത്? വ്യാഴത്തിനുള്ളത്, വ്യാഴ സമാന ഗ്രഹങ്ങൾക്കുള്ളത്. ശക്തമായ സൗരവാതങ്ങൾ നമ്മുടെ ഭൂസമാന ഗ്രഹങ്ങൾക്കുണ്ട്. എന്നാൽ സൗരവാതങ്ങളിൽ വ്യാഴ സമാന ഗ്രഹങ്ങൾക്ക് സൗരവാതങ്ങളില്ല. ഉപഗ്രഹങ്ങൾ കുറവാണ് നമുക്ക്, എന്നാൽ വ്യാഴ സമാന ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ കൂടുതലാണ്. നമുക്ക് ഗ്രഹങ്ങൾക്ക് ചുറ്റും വലയങ്ങളില്ല, എന്നാൽ ഔട്ടർ പ്ലാനറ്റ്സിന് എന്താണ്? ഗ്രഹങ്ങൾക്ക് ചുറ്റും വലയങ്ങളുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. പിന്നീട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ചന്ദ്രനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ, നമുക്കറിയാം അല്ലെ? ചന്ദ്രന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് ജോർജ് ഡാർവിൻ. അത് മറന്നുപോലെ. ചന്ദ്രന്റെ ഉത്ഭവത്തെക്കുറിച്ച്, എങ്ങനെയാണ് ചന്ദ്രൻ ഉത്ഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തിയറി ഉണ്ടാക്കിയ വ്യക്തിയാണ് ആര്? ജോർജ് ഡാർവിൻ എന്ന് പറയുന്നത്. തുടക്കത്തിൽ ചന്ദ്രനും ഭൂമിയും അതിവേഗം കറങ്ങിക്കൊണ്ടിരുന്ന ഒരു ഏക വസ്തുവായിരുന്നു. ഡംബലിന്റെ ആകൃതിയിലുള്ള ഈ വസ്തു പിന്നീട് പൊട്ടിപ്പിളർന്നുകൊണ്ടാണ് ചന്ദ്രൻ ഉണ്ടായത് എന്നാണ് ആര് പറയുന്നത്? ഈ ജോർജ് ഡാർവിൻ എന്ന് പറയുന്ന നമ്മുടെ ഭൂമിശാസ്ത്രജ്ഞൻ പറയുന്നത്. അദ്ദേഹമാണ് ചന്ദ്രന്റെ ഉത്ഭവത്തെക്കുറിച്ചിട്ട് സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്നാണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിൽ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്? ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അത്. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ധാരാളം സിദ്ധാന്തങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടായിട്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് നെബുലാർ സിദ്ധാന്തം. രൂപീകരിച്ച വ്യക്തി നമുക്കറിയാം, ഇമ്മാനുവൽ കാന്റ് ആണ് അല്ലേ? നെബുല എന്താന്ന് പറഞ്ഞു. പിന്നീട് ആ നെബുലാർ സിദ്ധാന്തം പരിഷ്കരിച്ച വ്യക്തികൾ, അതിൽ ഒരു എന്താ പറയുക, ലാപ്ലസ് എന്ന് പറയുന്നത് നെബുലയിൽ നിന്നാണ് സൗരയൂഥവും ഭൂമിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും ഉത്ഭവിച്ചെന്ന് ലാപ്ലസ് പറഞ്ഞു. പിന്നീട് അത് പരിഷ്കരിച്ച വ്യക്തികളാണ് ഓട്ടോ ഷിംഡിറ്റും കാറൽ വിസാസ്കറും. ബൈനറി നക്ഷത്ര സിദ്ധാന്തം പറഞ്ഞു. ചേംബർലൈനും മോൾട്ടനും കൊണ്ടുവന്നിട്ടുള്ള ബൈനറി നക്ഷത്ര സിദ്ധാന്തം പറഞ്ഞു.
പിന്നീട് മഹാവിസ്ഫോടന സിദ്ധാന്തം പറഞ്ഞു. എഡ്വിൻ ഹബിള് 1920 മുൻപോട്ട് വെച്ച ബിഗ് ബാങ് തിയറി. അതിൻ്റെ പ്രത്യേകത പ്രപഞ്ചം വികസിക്കുന്നതനുസരിച്ച് ഗാലക്സികൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. സ്ഥിരസ്ഥിതി സിദ്ധാന്തം അതിന് ബദലായിട്ട് വന്ന മറ്റൊരു സിദ്ധാന്തമായിരുന്നു. ഫ്രെഡ് ഹോയലാണ് അത് വികസിപ്പിച്ചത്. പ്രപഞ്ചത്തിന് മാറ്റമോ വികസനം ഉണ്ടാകുന്നില്ലെന്നാണ് സ്ഥിരസ്ഥിതി സിദ്ധാന്തം പറയുന്നത്. പിന്നീട് സൗരയൂഥത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗ്രഹങ്ങളുടെയൊക്കെ ആദിമ രൂപത്തെ പ്ലാനറ്റ് സിമിൽസ് എന്നറിയപ്പെട്ടു. നമ്മുടെ ക്ഷീരപഥം ആ ഒരു ഗാലക്സിയുടെ ഒരു ഭാഗമാണ് സൗരയൂഥം. അതിൽ 8 ഗ്രഹങ്ങളുണ്ട്. നെബുലയാണ് സൗരയൂഥത്തിന് ജന്മമേകിയതെന്നും അതുപോലെ നെബുല ഗുരുത്വാകർഷണ ബലത്താൽ സംഭവിച്ച് 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സൗരയൂഥം രൂപപ്പെട്ടതെന്നും സൂര്യനും അതിനെ വലം വെക്കുന്ന 8 ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഉൽക്കകളും ധൂമകേതുക്കളും പൊടിപടലങ്ങളും വാതകങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് നമ്മുടെ സൗരയൂഥമെന്നും ഈ 8 ഗ്രഹങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിക്കാമെന്നും അന്തർഗ്രഹങ്ങളെന്നും ബാഹ്യഗ്രഹങ്ങളെന്നും തിരിക്കാമെന്നും എല്ലാം നമ്മൾ പഠിച്ചു. അതിൻ്റെ പ്രത്യേകത പഠിച്ചു. ചന്ദ്രൻ നമ്മുടെ ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണെന്നും ചന്ദ്രൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം രൂപീകരിച്ചത് ജോർജ് ഡാർവിൻ ആണെന്നും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. ഇനി 3ാമത്തെ ചാപ്റ്ററാണ് ഭൂമിയുടെ ഉള്ളറ, ഇന്റീരിയർ ഓഫ് ദി എർത്ത്. ആ ചാപ്റ്ററിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്.